പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നു മുതൽ നമ്മൾ ഫിസിക്സിൻ്റെ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഞാൻ സെക്കൻഡ് ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചുള്ള ചാപ്റ്റേഴ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇലക്ട്രിക് കറണ്ടിന് മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടോ, എങ്ങനെയാണ് അത് മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവുന്നത്, അതിനെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ചാപ്റ്റർ ആണെങ്കിലും ഒരുപാട് പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഒക്കെ വരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ആകെ ഇത് 33 പേജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 41 വരെയാണുള്ളത്. അപ്പോൾ 7 പേജസ് മാത്രമേ ആകെയുള്ളൂ. പക്ഷേ നന്നായിട്ട് മനസ്സിരുത്തി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. നിങ്ങൾക്കെല്ലാം അറിയാം, ഒരു കാന്തം, അതായത് മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് നമ്മളൊരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ, ആണിയോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നാൽ അത് അതുമായിട്ട് ഒരു ആകർഷണ ബലം ഉണ്ടാക്കുന്നുണ്ടല്ലേ. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കൈ കാന്തം എവിടെയാണുള്ളത്, കയ്യിൽ ഇപ്പുറത്തെ കയ്യിലൊരു ഇരുമ്പിൻ്റെ വസ്തു ഉണ്ടെങ്കിൽ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിങ്ങളെ കൈ അതിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കും, കാന്തത്തിൻ്റെ അടുത്തേക്ക് ഇരുമ്പിനെ അടുപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ ആ ഒരു ഫീൽഡ്, എന്താണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. എ റീജിയൻ അറൌണ്ട് എ മാഗ്നറ്റിക് മെറ്റീരിയൽ ഓർ എ മൂവിങ് ഇലക്ട്രിക് ചാർജ് വിത്തിൻ വിച്ച് ദ ഫോഴ്സ് ഓഫ് മാഗ്നറ്റിസം ആക്ട്. എന്താണ് പറഞ്ഞത്? എ റീജിയൻ അറൌണ്ട് എ മാഗ്നറ്റിക് മെറ്റീരിയൽ, ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെയോ അല്ലെങ്കിൽ മൂവിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജിൻ്റെയോ സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു റീജിയനെയാണ് എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രത്യേകത എന്താ, അല്ലെങ്കിൽ ആ റീജിയന്റെ പ്രത്യേകത എന്താ? വിത്തിൻ വിച്ച് ദ ഫോഴ്സ് ഓഫ് മാഗ്നറ്റിസം ആക്ട്, അതായത് അതിനൊരു മാഗ്നറ്റിസം ഫോഴ്സ് ആക്ട് ചെയ്യണം ആ ഒരു റീജിയൻ, അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. നിങ്ങൾക്കറിയാം, ഒരു സ്ഥലത്ത് ഒരു പ്രമാണിയോ അല്ലെങ്കിൽ ഒരു വലിയ ആളുണ്ടെങ്കിൽ അയാൾ പറയുന്നത് കേൾക്കുന്ന കുറച്ച് ആളുകളും ഉണ്ടാവും. ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ പഞ്ചായത്തിലൊക്കെ ആണെങ്കിൽ പഞ്ചായത്തുകാരാണ് നമ്മളെ നാട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ ആ പഞ്ചായത്തിലെ പ്രസിഡന്റ് പറയുന്നതോ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മേഖലയുണ്ട് അല്ലേ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി അറിയാം, ആ പഞ്ചായത്തിലെ പ്രസിഡന്റോ സെക്രട്ടറിയോ പറഞ്ഞാൽ ആ പഞ്ചായത്തിലെ ആളുകൾ മാത്രമേ കേൾക്കുള്ളൂ, അവർ മാത്രമേ അത് അനുസരിക്കുള്ളൂ. അപ്പോൾ അവരുടെ ഒരു ഫോഴ്സാണ്, അവർക്കൊരു ആ ഒരു ചുറ്റുപാടും അവർക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലേ. അതേപോലെ തന്നെയാണ് മാഗ്നറ്റിക് മെറ്റീരിയലോ അല്ലെങ്കിൽ ഒരു മൂവിങ് ഇലക്ട്രിക് ചാർജിൻ്റെയോ ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ടാവും. ആ ഏരിയയിൽ എന്താണ് സ്പെഷ്യാലിറ്റി? അവിടെ ഫോഴ്സ് ഓഫ് മാഗ്നറ്റിസം എഫക്റ്റ് ആവുന്ന ഒരു ഏരിയ, ആ പർട്ടിക്കുലർ ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് പറയാം, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ദാറ്റ് വി യൂസ് ആസ് എ ടൂൾ ടു ഡിസ്ക്രൈബ് ഹൗ ദ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ സ്പേസ് അറൌണ്ട് ആൻഡ് വിത്തിൻ സംതിങ് മാഗ്നറ്റിക്. എന്തെങ്കിലും മാഗ്നറ്റിക് ആയിട്ടുള്ള വസ്തുവിൻ്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഒരു റീജിയനാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷെ ഞാൻ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു തന്നതാ. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് ഫസ്റ്റ് പേജിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് പേജിൽ ആദ്യം തന്നെ ഒരു സംശയമായിട്ട് പറയുന്നത്, ഫാനും മോട്ടോറും ഒക്കെ നമ്മൾ അഴിച്ചെടുക്കുമ്പോൾ അതിൽ കുറേ കോയിൽസ് കാണാം, കുറേ കമ്പിച്ചുരുളുകൾ കാണുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളുടെ ആ ചാപ്റ്ററിൽ ആ പേജിൽ ഉള്ളത്. അപ്പം നമുക്ക് കാണാം, അവിടെ 2 മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റ് ആണ്. ഫസ്റ്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത് ബാർ മാഗ്നറ്റ് ആണ്. രണ്ടാമത്തെ മാഗ്നറ്റ് എന്ന് പറയുന്നത് കുറേ കമ്പിച്ചുരുളുകളൊക്കെ ഉള്ളതാണ്. ഇതിന് സോഫ്റ്റ് അയൺ കോർ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് സോഫ്റ്റ് അയൺ കോർ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ്? അതായത് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്തോ ഇലക്ട്രിസിറ്റി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 2 ആയിട്ട് ചോദിക്കുന്നത്, ഹൗ ക്യാൻ യു ഐഡന്റിഫൈ ദ ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്? ഇതിൽ കുറേ ഇങ്ങനെ ചുറ്റും ആ ബാർ മാഗ്നറ്റിന് ചുറ്റും കണ്ടില്ലേ ഒരു എന്താണ് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ദ പ്രസൻസ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ പൊളാരിറ്റി ക്യാൻ ബി അണ്ടർസ്റ്റുഡ് യൂസിങ് എ മാഗ്നറ്റിക് കോമ്പസ്. ഒരു മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡും അതിന്റെ പൊളാരിറ്റിയും ഒക്കെ മനസ്സിലാക്കുന്നത്.
The direction of the magnetic field can also determine using the right hand thumb rule of James Clerk Maxwell. നമ്മളിത് വൈകാതെ പഠിക്കും. എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ, magnetic field lines are continuous, forming closed loop without beginning or end. They go from the north pole to the south pole. നിങ്ങൾക്ക് ആ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം. രണ്ട് മാഗ്നറ്റിന്റെ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്കറിയാം അത് നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്ത് പോളിൽ എൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഈ ബാർ മാഗ്നറ്റ് ആയാലും സോഫ്റ്റ് അയൺ കോർ ആയാലും ഇതിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ശ്രദ്ധിച്ചു നോക്കുക. അവിടുന്ന് നോർത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്തിലേക്കാണ് പോകുന്നത്, പക്ഷെ അത് അവിടെ എൻഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുമില്ല. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഒന്നും കൂടെ ഞാൻ പറയാം. ഹൗ ക്യാൻ യു ഐഡന്റിഫൈ ദ ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കാണുക? ദി പ്രസൻസ് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദി പൊളാരിറ്റി ക്യാൻ ബി അണ്ടർസ്റ്റുഡ് യൂസിങ് എ മാഗ്നറ്റിക് കോമ്പസ്. ഒരു മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡും അല്ലെങ്കിൽ പൊളാരിറ്റി എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് എന്നൊക്കെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് രണ്ട് പോളുകളില്ലേ കാന്തത്തിന്, ബാർ മാഗ്നറ്റിന്. ഏത് മാഗ്നറ്റ് ആയാലും, ഇലക്ട്രോ മാഗ്നറ്റ് ആയാലും ബാർ മാഗ്നറ്റ് ആയാലും അതിന് രണ്ട് പൊളാരിറ്റി ഉണ്ട്. നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. ഈ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിനെയും കണ്ടുപിടിക്കുന്നത് മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഈ മാഗ്നറ്റിക് കോമ്പസിന്റെ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറഞ്ഞിട്ട് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന സയന്റിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു തിയറി ഉണ്ട്. അത് നമ്മൾ പഠിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് ആണ്, ഫോമിംഗ് ക്ലോസ്ഡ് ലൂപ്പ് വിത്തൗട്ട് ബിഗിനിങ് ഓർ എൻഡ്. അല്ലെ, നമ്മളെ ആ ബാർ മാഗ്നറ്റ് നോക്കിയാൽ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം അതിന്റെ ചുറ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടിന്യൂസ് ആണ്. അതായത് എവിടെ അത് സ്റ്റോപ്പ് ആവുന്നില്ല. ഒരു സ്റ്റാർട്ട് ചെയ്ത് നോർത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്തിലേക്ക് പോകുന്നുണ്ട് എന്നല്ലാതെ അതെവിടെ നിർത്തുന്നില്ല. അതായത് കണ്ടിന്യൂസ് ആണ്. They form a closed loop without beginning or end. ബിഗിനിങ്ങും എൻഡും ഇല്ലാതെ ഒരു ക്ലോസ്ഡ് ലൂപ്പാണ് ഇത് ഉണ്ടാക്കുന്നത്. They go from the north pole to the south pole. മനസ്സിലായല്ലോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 ആയിട്ട് ചോദിക്കുന്നത്, ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ പൊളാരിറ്റി ഓഫ് ദീസ് മാഗ്നറ്റ് യൂസിങ് എ മാഗ്നറ്റിക് കോമ്പസ്? ഒരു മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്തിട്ട്, കോമ്പസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ, മാഗ്നറ്റിക് കോമ്പസ്. ഇതിപ്പോ എല്ലായിടത്തും വാങ്ങാനൊക്കെ കിട്ടുന്നതാണ് മാഗ്നറ്റിക് കോമ്പസ്. അപ്പൊ ഈ മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു മാഗ്നറ്റിന്റെ പൊളാരിറ്റി കണ്ടുപിടിക്കുന്നത്? ഇഫ് ദ നോർത്ത് എൻഡ് ഓഫ് ദി കോമ്പസ് നീഡിൽ ഈസ് പോയിന്റിംഗ് ടുവേർഡ്സ് യുവർ മാഗ്നറ്റ്. എപ്പോഴും നമ്മൾ ഒരു മാഗ്നറ്റ് വെച്ചിട്ട് അതിന്റെ അടുത്തൊരു ഈ മാഗ്നറ്റിക് നീഡിൽ നമ്മൾ ഈ ഇത് വെച്ചാൽ എന്താ ചെയ്യുക? ഇഫ് ദ നോർത്ത് എൻഡ് ഓഫ് ദി കോമ്പസ് നീഡിലിന്റെ നോർത്ത് എൻഡ് എന്ന് പറയുന്നത് പോയിന്റിംഗ് ടുവേർഡ്സ് യുവർ മാഗ്നറ്റ്, നിങ്ങളുടെ മാഗ്നറ്റിന്റെ അടുത്തേക്ക് പോയിന്റ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് ഇറ്റ് അട്രാക്ട്സ് യു ഹാവ് ഫൗണ്ട് ദ സൗത്ത് പോൾ ഓഫ് യുവർ മാഗ്നറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു കോമ്പസ് നീഡിലെടുത്ത് വെച്ചിട്ട്, അറിയാലോ കോമ്പസ് നീഡിൽ എപ്പോഴും ഡിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ കോമ്പസ് നീഡിൽ എടുത്ത് വെച്ചിട്ട് നമ്മളൊരു മാഗ്നറ്റ്, ഇതിന്റെ നോർത്ത് ഏതാ സൗത്ത് ഏതാന്ന് നമുക്കറിയില്ല. അപ്പൊ അടുത്ത് കൊണ്ടുവച്ചാൽ എന്ത് ചെയ്യും? നോർത്ത് പോളിന്റെ അടുത്ത്, ഈ കോമ്പസ് നീഡിലിന്റെ നോർത്ത് പോളിന്റെ അടുത്ത് നമ്മളൊരു ബാർ മാഗ്നറ്റ് വെച്ചാൽ അത് അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് സൗത്ത് പോൾ ആയിരിക്കും. അത് ഡിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ, റൊട്ടേറ്റ് ദി അതർ സൈഡ് ഓഫ് യുവർ മാഗ്നറ്റ് ടുവേർഡ്സ് ദ കോമ്പസ് ആണെങ്കിൽ, ദ സൗത്ത് എൻഡ് ഓഫ് ദ കോമ്പസ് നീഡിൽ വിൽ നൗ ബി പോയിന്റിംഗ് ഡയറക്ട്ലി ടു ദ നോർത്ത് പോൾ ഓഫ് യുവർ മാഗ്നറ്റ്. അല്ലേ, മനസ്സിലായല്ലോ. അത് നിങ്ങൾ ഒരു കോമ്പസ് നീഡിൽ വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അട്രാക്ട് ചെയ്യുന്നത് ഏതാണ്. നോർത്ത് പോളിന്റെ അടുത്ത്, നോർത്ത് സൗത്ത് എന്ന് കോമ്പസ് നീഡിലിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം നോർത്ത് ഏതാ സൗത്ത് ഏതാ കോമ്പസ് നീഡിലിന്റെ എന്ന്. അപ്പൊ നമുക്ക് അറിയാത്ത ബാർ മാഗ്നറ്റിനെ കൊണ്ടുവന്നിട്ട് അതിന്റെ പൊളാരിറ്റി നമുക്കറിയില്ല. ഈ നോർത്ത് പോളിന്റെ അടുത്ത് കൊണ്ടുവച്ചാല് കോമ്പസ് നീഡിലിന്റെ നോർത്ത് പോള് ഇത് ഡിഫ്ലക്ട് ചെയ്യാതെ അട്രാക്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ കയ്യിലുള്ള ബാർ മാഗ്നറ്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഏത് മാഗ്നറ്റ് ആയാലും അതിന്റെ സൗത്ത് പോൾ ആയിരിക്കും. സൗത്ത് നോർത്ത് അട്രാക്ട് ചെയ്യും. ഇനി സപ്പോസ് നോർത്ത് പോളിന്റെ അടുത്ത് നമ്മുടെ കോമ്പസ് കൊണ്ടുവെക്കുമ്പോൾ അത് ഡിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? അത് നോർത്ത് തന്നെ ആയിരിക്കും. നോർത്ത് ആകുമ്പോഴാണ് ഓപ്പോസിറ്റ് പോൾസ് ആകുമ്പോൾ അത് ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായല്ലോ. ഇപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം. ഇഫ് ദ നോർത്ത് എൻഡ് ഓഫ് ദി കോമ്പസ് നീഡിൽ ഈസ് പോയിന്റിംഗ് ടുവേർഡ്സ് യുവർ മാഗ്നറ്റ്, ഇഫ് ഇറ്റ് അട്രാക്ട്സ് യു ഹാവ് ഫൗണ്ട് ദ സൗത്ത് പോൾ ഓഫ് യുവർ മാഗ്നറ്റ്. റൊട്ടേറ്റ് ദി അതർ സൈഡ് ഓഫ് യുവർ മാഗ്നറ്റ് ടുവേർഡ്സ് ദി കോമ്പസ്. ദ സൗത്ത് എൻഡ് ഓഫ് ദി കോമ്പസ് നീഡിൽ വിൽ നൗ ബി പോയിന്റിംഗ് ഡയറക്ട്ലി ടു ദ നോർത്ത് പോൾ ഓഫ് യുവർ മാഗ്നറ്റ്. മനസ്സിലായല്ലോ.
ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് വാട്ട് ആർ ദി മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാഗ്നറ്റ് ഇൻ ദ പിക്ചർ. നമുക്കറിയാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ രണ്ട് പിക്ചേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് തോന്നുന്നുണ്ടാവും അല്ലേ. ഒന്ന് ബാർ മാഗ്നറ്റ് ആണ്, ഒന്ന് സോഫ്റ്റ് അയൺ കോർ ആണ്, അതായത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. ദി ഫസ്റ്റ് ഫിഗർ ഇൻഡിക്കേറ്റ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഓഫ് ദി ബാർ മാഗ്നറ്റ്. സെക്കൻഡ് ഫിഗർ ഇൻഡിക്കേറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ ഇലക്ട്രോ മാഗ്നറ്റ്. എന്താണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ്സ് ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് ദി ബാർ മാഗ്നറ്റ്. ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ്സ് ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എൻ ഇലക്ട്രോ മാഗ്നറ്റ്. ഇലക്ട്രോ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് സെക്കൻഡ് ഇതിൽ നമ്മൾ കാണുന്നത്. The magnetic strength, magnetism of an electromagnet is temporary, while magnetic strength of a bar magnet is permanent. ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. അതിന് നമ്മൾ എവിടെ കൊണ്ടുപോയി വെച്ചാൽ അത് എന്താണ്, ഈ ഇരുമ്പ് പോലെയുള്ള സാധനങ്ങൾ, അങ്ങനത്തെ ഇരുമ്പ് പോലെയുള്ള സാധനങ്ങളെയൊക്കെ അത് അട്രാക്ട് ചെയ്യും. മാഗ്നറ്റിക് എഫക്റ്റ് ഉള്ള എല്ലാത്തിനും അട്രാക്ട് ചെയ്യും. പക്ഷെങ്കിൽ ഈ ടെമ്പററി ആയിട്ടുള്ള മാഗ്നറ്റിക് സ്ട്രെങ്ത് ആണ് എന്തിനുള്ളത്, ഇലക്ട്രോ മാഗ്നറ്റിനുള്ളത്. അതെന്തുകൊണ്ടാണ് അത് ടെമ്പററി മാഗ്നറ്റിക് സ്ട്രെങ്ത് ആയി പോയതെന്നൊക്കെ ഉള്ളത് നമ്മൾ വഴിയെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ രണ്ട് ഡിഫറൻസ് എന്താണ്, ദി മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ മാഗ്നറ്റ് ഇൻ ദ പിക്ചേഴ്സ് എന്തൊക്കെയാണ്. ദ ഫസ്റ്റ് ഫിഗർ ഇൻഡിക്കേറ്റ് ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് ദി ബാർ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഫിഗർ ഇൻഡിക്കേറ്റ് ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എൻ ഇലക്ട്രോ മാഗ്നറ്റ്. രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ദ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഓഫ് അല്ലെങ്കിൽ മാഗ്നറ്റിസം ഓഫ് എൻ ഇലക്ട്രോ മാഗ്നറ്റ് ഈസ് ടെമ്പററി. ഇലക്ട്രോ മാഗ്നറ്റിന്റെ ടെമ്പററി ആയിരിക്കും എന്ത്, മാഗ്നറ്റിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. വൈൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഓർ മാഗ്നറ്റിസം ഓഫ് എ ബാർ മാഗ്നറ്റ് ഈസ് പെർമനന്റ്. മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ അടുത്ത പേജിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണാം ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റിനെ പറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഈസ്റ്റഡ് വാസ് എ ഫേമസ് സയന്റിസ്റ്റ് ഹു കണ്ടക്ടഡ് മെനി എക്സ്പെരിമെന്റ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അതായത് ഇലക്ട്രിക് കറന്റിന്റെ മാഗ്നറ്റിക് എഫക്റ്റിനെ കുറിച്ച് ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തിയ ആളാണ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ 1820 ഹി ആക്സിഡന്റലി നോട്ടീസ് ദാറ്റ് എ മാഗ്നറ്റിക് നീഡിൽ കെപ്റ്റ് നിയർ എ കറന്റ് കാരിയിങ് കണ്ടക്ടർ എക്സ്പീരിയൻസ് ഡിഫ്ലക്ഷൻ. അതായത് അദ്ദേഹം പല എക്സ്പെരിമെന്റ്സ് നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടറിന്റെ അടുത്ത് വെച്ചിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്തു, ഡിഫ്ലക്ട് ചെയ്തു. അതിന്റെ അർത്ഥം എന്താ, അവിടെ വേറൊരു മാഗ്നറ്റിക് ഫീൽഡും കൂടെ വേണം അല്ലെ. രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് വന്നതുകൊണ്ടാണ് അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടായത്. പക്ഷെ അവിടെ വേറൊരു മാഗ്നറ്റ് ഒന്നുമില്ല, ഒരൊറ്റ മാഗ്നറ്റിക് നീഡിലേ ഉള്ളൂ. പക്ഷെ തൊട്ടടുത്ത് തന്നെ എന്തുണ്ട്, ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടർ ഉണ്ട്. ഈ കറണ്ട് കാരിയിങ് കണ്ടക്ടർ തൊട്ടടുത്തുള്ള മാഗ്നറ്റിക് നീഡിലിനെ ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ആ കറണ്ട് കാരിയിങ് കണ്ടക്ടറിൽ എങ്ങനെയൊക്കെയോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് അദ്ദേഹം പിന്നെ പഠിച്ചത്. അപ്പം ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്, ദ അൺബ്രേക്കബിൾ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം വാസ് റിയലൈസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് എന്താണ്, ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസവും തമ്മിലുള്ള ഒരു ബന്ധം ആദ്യമായിട്ട് റിയലൈസ് ചെയ്തു. ഈ ഒരു ടെക്നോളജീൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലുള്ള റേഡിയോ ആയാലും ടി വി ആയാലും ഫൈബർ ഓപ്റ്റിക്സ് ഒക്കെ ആയാലും അത്തരം ടെക്നോളജി ഒക്കെ വികസിച്ചത് ഈ ഒരു റിലേഷന്റെ പുറത്താണ്. As a mark of respect to him, the CGS unit of intensity of magnetic field has been named as Easted. അതായത് അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം നമ്മൾ എന്ത് ചെയ്തു, CGS യൂണിറ്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഹാസ് ബീൻ നെയിംഡ് ആസ് ഈസ്റ്റഡ്. മനസ്സിലായല്ലോ. അപ്പം നമ്മൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്, ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഈ ഇത്തരം ഒരു റിലേഷൻസ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അപ്പം അടുത്തതായിട്ട് നമുക്ക് ഒരു കാര്യം നോക്കാം. ദി മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ആൻ ഇലക്ട്രോമാഗ്നറ്റ് ഈസ് ക്രിയേറ്റഡ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ദ കോയിൽ ഇൻ ഇറ്റ്. സപ്പോസ് നിങ്ങളെ കയ്യിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് ആ ഇലക്ട്രോമാഗ്നറ്റിൻ്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഫസ്റ്റ് പേജിൽ കാണുന്നിട്ടാൽ ഒരു സോഫ്റ്റ് അയൺ കോറിൻ്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണമെങ്കിൽ അതിലെങ്ങനെ എന്ത് വേണം, ഒരു കറണ്ട് ഫ്ലോ ചെയ്യണം. ആ കോയിലിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യണം.
എങ്കിൽ മാത്രമേ അതിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ടെമ്പററി ആണെന്ന് നമ്മൾ പറയാൻ കാരണം. അത് താൽക്കാലികം മാത്രമാണ്. കറണ്ട് ഉള്ളപ്പോൾ മാത്രമേ കറണ്ട് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ മാത്രമേ അതിന്റെ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുള്ളൂ. By this, we can assume that a magnetic field will be developed when current passes through a straight conductor. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ ഉള്ളിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാത്രമേ അതിന് ചുറ്റും എന്തുണ്ടാവുള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ ഈസ്റ്റഡ് ടു ദിസ് കൺക്ലൂഷൻ. അതിനുശേഷം ഈസ്റ്റഡ് ഒരു എക്സ്പെരിമെന്റ് നടത്തുവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അറേഞ്ച് എ സർക്യൂട്ട് എബവ് എ പൈവോട്ടഡ് മാഗ്നറ്റിക് നീഡിൽ ഇൻ സച്ച് എ വേ ദാറ്റ് ദി പാർട്ട് എ ബി ഓഫ് ദി കണ്ടക്ടർ ഈസ് പാരലൽ ആൻഡ് ക്ലോസ് ടു ദ മാഗ്നറ്റിക് നീഡിൽ. ഇതിവിടെ കാണിച്ചതുപോലെ എ ബി എന്ന് പറയുന്ന ഒരു കണ്ടക്ടറാണ്, അത് പാരലൽ ആയിരിക്കണം. താഴെ കൊടുത്തിരിക്കുന്നത് നമ്മളെ നീഡിലാണ്, മാഗ്നറ്റിക് നീഡിലാണ്. സൗത്ത് നോർത്ത് എന്ന് പറഞ്ഞിട്ട് മാഗ്നറ്റിക് നീഡിൽ കൊടുത്തിട്ടുണ്ട്. സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അതിവിടെ വരുന്നത്. ഡബ്ല്യു അതാണ് കേട്ടോ. അപ്പൊ സൗത്ത് നോർത്തിന്റെ നേരെയായിട്ട് പാരലായിട്ടാണ് നമ്മൾ എ ബി എന്ന് പറഞ്ഞ ഒരു കണ്ടക്ടർ കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ എ ബി എന്ന് പറഞ്ഞ കണ്ടക്ടറിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും, സ്വിച്ച് ഓൺ ദി സർക്യൂട്ട്. നമ്മൾ സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്തു. അപ്പം ഒബ്സർവ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ 2.1 എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഒബ്സർവ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ നോർത്ത് പോൾ, ഇവിടെ എൻ എഴുതിയതാണ് നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട്സ് ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ 2.1. മാഗ്നറ്റിക് നീഡിൽ എങ്ങനെയാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്, ഏത് വശത്തേക്കാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. വെൻ ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് ഫ്രം എ ടു ബി, വാട്ട് വിൽ ബി ദി ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രോൺ ഫ്ലോ ത്രൂ ഇറ്റ്. എ മുതൽ ബി വരെയാണ് ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് കറണ്ട് എങ്കിൽ അവിടെ ആരോ മാർക്ക് ഇട്ടാണ്ടില്ലേ, എ ബിയിൽ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം വെൻ ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ഫ്രം എ ടു ബി, വാട്ട് വിൽ ബി ദി ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രോൺ ഫ്ലോ ത്രൂ ഇറ്റ്. അതിൽ കൂടെയുള്ള ഇലക്ട്രോൺ ഫ്ലോ എങ്ങനെയാണെന്നുള്ളതാണ് ഡയറക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതേ എക്സ്പെരിമെന്റ് തന്നെ റിപ്പീറ്റ് ചെയ്യും. എങ്ങനെ റിവേഴ്സ് ചെയ്യും. കറണ്ട് എ ബി എന്നുള്ളതിൽ കറണ്ടിന്റെ സെക്കൻഡ് പിക്ചർ ആണ് 2.3 ബി ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. എ ബി എന്ന് എഴുതിയ കണ്ടക്ടറിന്റെ എന്താണ് കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പിക്ചറിനെക്കാട്ടിലും ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇത് ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാനുണ്ട്. നമുക്ക് നോക്കാം അത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ ഇനി ആ ടേബിൾ ഒന്ന് നോക്കിയ ടേബിളിൽ ഞാൻ പറയുവാണ്, ഡിറക്ഷൻ ഓഫ് കറണ്ട് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും. When the direction of electric current is from A to B, what will be the direction of the electron flow through it? B to A ആയിരിക്കും. നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് കറണ്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അത് നിങ്ങൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഇലക്ട്രോണിക്സിന്റെ ചാപ്റ്റർ വരാണ്ട് ഏറ്റവും ലാസ്റ്റ്, അപ്പൊ അതിൽ പഠിക്കുന്നുണ്ട്. വെൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ഫ്രം എ ടു ബി, കണ്ടക്ടർ എയിൽ നിന്നും ബിയിലേക്ക്, അതായത് എ ബി എന്ന് പറയുന്ന ഒരു കണ്ടക്ടറാണ്. അപ്പം അതിൽ കൂടെ കറണ്ട് കടത്തി വിടുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് എന്നുള്ള രീതിയിലാണെങ്കിൽ വാട്ട് വിൽ ബി ദി ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രോൺ ഫ്ലോ ത്രൂ ഇറ്റ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ബി ടു എ ആയിരിക്കും. എപ്പോഴും കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഫ്ലോ ഡയറക്ഷൻ ആയിരിക്കും ഇലക്ട്രോൺസിന്. റിപ്പീറ്റ് ദി എക്സ്പെരിമെന്റ് ആഫ്റ്റർ റിവേഴ്സിംഗ് ദ കറണ്ട് ആൻഡ് റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ ഇൻ ദ ടേബിൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ യാതൊരു ചേഞ്ച് വരാൻ പോകുന്നില്ല കേട്ടോ. കണ്ടക്ടർ എബോവ് ദ മാഗ്നറ്റിക് നീഡിൽ എന്ന് പറയുന്നത് ഡിറക്ഷൻ ഓഫ് കറണ്ട് ഫ്രം എ ടു ബി ആണെങ്കിൽ എന്തായിരിക്കും, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും എന്നാ ചോദിച്ചേ. ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. കാരണം അവിടെ നിങ്ങൾക്ക് ആരോ മാർക്ക് എന്നെ കാണാൻ പറ്റും. ആന്റി ക്ലോക്ക് വൈസ്. ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്രം എ ടു ബി ആണെങ്കിൽ എന്താണ്, നോർത്ത് പോളിന്റെ ഡിറക്ഷൻ ഓഫ് മോഷൻ ഓഫ് നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ എപ്പോഴും എങ്ങോട്ടായിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്രം ബി ടു എ ആണെങ്കിലോ അത് ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും. റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് കീപ്പിംഗ് ദ കണ്ടക്ടർ ബിലോ ദ മാഗ്നറ്റിക് നീഡിൽ ആൻഡ് റെക്കോർഡ് ദ ഒബ്സർവേഷൻ ഇൻ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ. മറ്റേത് നമ്മൾ എപ്പോഴും എന്തായിരുന്നു, കണ്ടക്ടർ എബോവ് ദ മാഗ്നറ്റിക് നീഡിലായിരുന്നു. മാഗ്നറ്റിക് നീഡിലിന്റെ മേലെ കണ്ടക്ടർ വെച്ചിട്ടായിരുന്നു നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്തത്. സെക്കൻഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ചെയ്യുമ്പം റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് കീപ്പിംഗ് ദ കണ്ടക്ടർ ബിലോ ദ മാഗ്നറ്റിക് നീഡിലിന്റെ തൊട്ട് താഴെ വെച്ചിട്ട് കണ്ടക്ടർ വെച്ചിട്ടാണ് ഈ എക്സ്പെരിമെന്റ് നടത്തുന്നത് വെച്ചാൽ ഡിറക്ഷൻ ഓഫ് കറണ്ട് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് തന്നെയായിരിക്കും. ഡിറക്ഷൻ ഓഫ് മോഷൻ ഓഫ് നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റിക് നീഡിൽ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് തന്നെയായിരിക്കും. ഡിറക്ഷൻ ഓഫ് കറണ്ട് ഫ്രം ബി ടു എ എന്ന് പറയുന്നത് എന്തായിരിക്കും, ക്ലോക്ക് വൈസ് തന്നെയായിരിക്കും. അപ്പൊ ആ രണ്ട്
കോളത്തിൽ സെയിം ആൻസേഴ്സ് ആട്ടോ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ 6 നമ്മൾ ചോദിക്കും, ഫൈൻഡ് ഔട്ട് ദ ആൻസർ ഓഫ് ദ ഫോളോയിങ് ബേസ്ഡ് ഓൺ ദ എക്സ്പെരിമെന്റ്. വാട്ട് മൈറ്റ് ബി ദ റീസൺ ഫോർ ദ ഡിഫ്ലക്ഷൻ ഓഫ് മാഗ്നറ്റിക് നീഡിൽ? എന്തുകൊണ്ടായിരിക്കും മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തത്? അതായത് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ അടുത്തുള്ള മാഗ്നറ്റിക് നീഡിൽ എന്തുകൊണ്ടാണ് ഡിഫ്ലക്ട് ചെയ്തത്? കറണ്ട് അല്ലേ അതിലെ പാസ് ചെയ്തത്, ആ തൊട്ടടുത്തുള്ള കണ്ടക്ടറിലൂടെ കറണ്ടാണ് പാസ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തത്? എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ക്രിയേറ്റഡ് വെൻ which repels the magnetic needle. It is due to the current flow through the conductor. കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്തപ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ആ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ആയിട്ടുള്ള ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ അതിൻ്റെ തൊട്ടടുത്തുള്ള മാഗ്നറ്റിക് നീഡിലിനെ റിപ്പൽ ചെയ്തു. എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ക്രിയേറ്റഡ് അറൌണ്ട് എ കണ്ടക്ടർ വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതിന് ചുറ്റും ഉണ്ടാവും. അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ചുറ്റും ഉണ്ടായതുകൊണ്ട് ആ മാഗ്നറ്റിക് ഫീൽഡ് തൊട്ടടുത്തുള്ള ബാർ മാഗ്നറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാഗ്നറ്റിക് നീഡിലിനെ എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ചെയ്യും. മനസ്സിലായല്ലോ? ഇതിൻ്റെ മെയിൻ ആൻസർ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാവുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ ഫീൽഡ് തന്നെ മറ്റൊരു നമ്മളൊരു ഫീൽഡ് വെച്ചിട്ടുണ്ടല്ലോ, അതായത് മാഗ്നറ്റിക് നീഡിലിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അതുകൊണ്ടാണ് അതവിടെ ഡിഫ്ലക്റ്റ് ചെയ്യാൻ കാരണം. ഡസ് ദ ഡിഫ്ലക്ഷൻ ഡിപ്പെൻഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്? യെസ് അല്ലേ? ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ടിന്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട് ഉണ്ടല്ലോ. ഇനി നമ്മൾക്ക് അടുത്ത പേജിൽ എന്താ പഠിക്കാനുള്ളത് നോക്കാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഇനി നമ്മൾക്ക് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ് അറൌണ്ട് എ കറന്റ് carrying conductor. The magnetic needle is deflected as a result of the mutual action of this magnetic field and around the magnetic needle. Okay. From this, it is understood that a magnetic field is developed around a current carrying conductor. Let us examine the speciality of this magnetic field through the experiment. ഒരു എക്സ്പെരിമെൻ്റ് കൂടി നടത്തിയിട്ട് നമ്മൾ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു എക്സ്പെരിമെൻറ്റ് നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് അടുത്ത പേജിൽ പറയാൻ പോകുന്നത്. ഫിഗർ 2.4 ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് നോക്കാം. അപ്പം നമുക്ക് എന്തൊക്കെയാണ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പം ആ ഒരു കണ്ടക്ടറിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നടത്താൻ പോവാണ്. അപ്പോൾ അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി ഫ്രം എ ടു ബി ഓർ ഫ്രം ബി ടു എ? എന്താണ് കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്? എ ടു ബി ആണോ അല്ലെങ്കിൽ ബി ടു എ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫ്രം എ ടു ബി ആണ്. എന്താ കാരണം? മനസ്സിലായോ? ഈസ് ദി ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി ഫ്രം എ ടു ബി ആണോ അല്ലെങ്കിൽ ഫ്രം ബി ടു എ ആണോ എന്നാണ് ചോദിക്കുന്നത്. എ ടു ബി ആണ് കേട്ടോ, എ ടു ബി. ഇനി എക്സാമിൻ വെദർ ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൌണ്ട് എക്സ് ആർ ഇൻ ദി ക്ലോക്ക് ഓർ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ബൈ ഒബ്സർവിംഗ് ദ നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റിക് കോമ്പസ്. മാഗ്നറ്റിക് കോമ്പസിന്റെ നോർത്ത് പോൾ നമ്മൾ കൺസിഡർ ചെയ്താൽ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലായിരിക്കും. അതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇവിടെ ചെയ്തത്? യൂസിങ് എ മാഗ്നറ്റിക് കോമ്പസ്, ഡ്രോ ദി ഡിറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ദി പോയിന്റ് എക്സ് വെൻ കറണ്ട് പാസസ് ത്രൂ ദി കണ്ടക്ടർ. കറണ്ട് എന്ത് ചെയ്യുന്നു? കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്നത് എ ടു ബിയിലൂടെ പാസ് ചെയ്യാണ്. ദെൻ കംപ്ലീറ്റ് ദ വർക്ക് ഷീറ്റ്. ഈസ് ദി ഡിറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി ഫ്രം എ ടു ബി ഓർ ബി ടു എ? എ ടു ബി ആണ് കേട്ടോ. അതായത് പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കണക്ട് ചെയ്ത് എ ടു ബി ആണ്. എക്സാമിൻ വെദർ ദി ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൌണ്ട് എക്സ് ആർ ഇൻ ദ ക്ലോക്ക് വൈസ്
or anti-clockwise direction by observing the north pole of the magnetic compass. നമ്മളൊരു മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോമ്പസിന്റെ നോർത്ത് പോളിനെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് ചോദിക്കുന്നത്. അപ്പം ക്ലോക്ക് വൈസ് ആണ്. Hold the portion of the conductor near X using the right hand in such a way that the thumb is the direction of the current. തമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ഷൻ ഓഫ് ദി കറണ്ട്. നിങ്ങൾ ആ ഒരു ഫിഗർ കണ്ടില്ല, ആ ഫിഗറിൽ നിങ്ങൾ എക്സ് എന്ന് പറയുന്ന എടുത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഹോൾഡ് ചെയ്യാണ്. ആ ഒരു കണ്ടക്ടർ ഇല്ലേ, നിങ്ങളൊരു കൈ വെച്ചിട്ട് ആ കണ്ടക്ടറിനെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഇങ്ങനെ പിടിച്ചു വെക്കുക, ഹോൾഡ് ചെയ്യാണെന്ന് വിചാരിച്ചോ. എ ബി എന്ന് പറഞ്ഞിട്ട് എക്സ് എന്ന് പറയുന്ന എക്സ് സിമ്പിൾ ഇട്ടില്ലേ, അവിടെ നിങ്ങളുടെ കൈ വെച്ച് നോക്കുക. അപ്പൊ കൈ വെച്ച് നോക്കുമ്പം ഈ തമ്പ് എന്ന് പറയുന്നത്, നമ്മുടെ പെരുവിരൽ എന്ന് പറയുന്നത് എന്താണ്, എന്തിന്റെ ഡയറക്ഷൻ? സച്ച് ദാറ്റ് ദ തമ്പ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട്. കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് തമ്പ് എന്ന് പറയുന്നത്. അതായത് എ എന്ന് ബിയിലേക്കാണ് പോകുന്നത്. മനസ്സിലായല്ലോ? എ എന്ന് ബിയിലേക്കാണ് പോകുന്നത്. അതാണ് ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ മടക്കി പിടിച്ച കൈയില്ലേ, കൈയിന്റെ വിരലുകളില്ലേ, അപ്പൊ ആ വിരലുകൾ എവിടെ നിന്ന് തൊട്ടാണ് പോകുന്നത്? ഇങ്ങനെ നിങ്ങളുടെ കൈയിന്റെ വിരൽ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത്, ബാക്കിയുള്ള വിരലുകളൊക്കെ ഇങ്ങനെ നമ്മളൊരു കണ്ടക്ടറിനെ പിടിച്ചു വെച്ചതാണെങ്കിൽ എങ്ങോട്ടാണോ തിരിയുന്നത്, ആ ഒരു 4 വിരലുകൾ ഇങ്ങനെ വെക്കുമ്പോൾ എങ്ങോട്ടാണ് തിരിയുന്നത്, ആ ഭാഗമാണ് എന്ത്, ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. കറണ്ട് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്. എ ടു ബി എന്ന് പറയുന്നതിലേക്കാണ് കറണ്ട് പോകുന്നത്. തമ്പാണ് കറണ്ടിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. നിങ്ങളുടെ വിരൽ എങ്ങോട്ടാണോ, ബാക്കി 4 വിരലുകൾ എങ്ങോട്ടാണോ ചേർത്ത് പിടിച്ചിരിക്കുന്നത്, മടക്കി പിടിച്ചിരിക്കുന്നത്, അതേപോലെ അവിടെ ഏരോ കണ്ടില്ലേ, ഫിഗർ 2.5 ഏരോ കണ്ടില്ലേ, അവിടുന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യുന്ന റൗണ്ട് ചെയ്യുന്ന രൂപത്തിലാണ്. ഇതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇതിനെക്കുറിച്ച് നമ്മൾ ഒന്നും കൂടി ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ.